ഇത് നമുക്ക് ഒറ്റ യൂസിൽ കിട്ടിയ റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഞാൻ പറയുന്ന കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ച് കേട്ടിട്ട് നമ്മുടെ അവസ്ഥ ഏതാണെന്ന് മനസ്സിലാക്കി അതിനെ ട്രീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നല്ല റിസൾട്ട് കിട്ടാനായിട്ട് അത് നമ്മളെ സഹായിക്കും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, കുറേ നാളായി ഞാനൊരു ഹെയർ കെയർ വീഡിയോ ചെയ്തിട്ട്. ഹെയർ കെയർ വീഡിയോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹെയർ കെയർ ചെയ്യുന്നില്ല എന്നല്ല, ഞാൻ ഹെയർ കെയർ റെഗുലറായിട്ട് ചെയ്യാറുണ്ട്. ഞാനൊരു 20 വർഷത്തിന് മുകളിലായിട്ടുണ്ട് തൈറോയിഡിൻ്റെ മെഡിസിൻ കഴിക്കുന്നു. എങ്കിലും എനിക്ക് ഇത്രയും നല്ല ഹെയർ ഉള്ളത് ഞാൻ ഹെയർ കെയർ റെഗുലറായിട്ട് ചെയ്യുന്നത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ്. സീസൺ ഏതായാലും ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഡാൻഡ്രഫ് എന്നുള്ളത്. നമുക്കറിയാം, ചൂടുകാലമായിട്ടുണ്ട്, ചൂട്, അതുപോലെ വിയർപ്പ്, പൊടി, ഇതൊക്കെ കൊണ്ട് നമ്മുടെ തലയിൽ താരനുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി തണുപ്പ് കാലവും മഴക്കാലവും ആണെന്നുണ്ടെങ്കിൽ തലയിൽ ഈർപ്പം നിലനിൽക്കുന്നതിൻ്റെ ഫലമായിട്ട് തലയിൽ താരനുണ്ടാവാറുണ്ട്. അപ്പോൾ താരനില്ലാത്ത ഒരു ഹെൽത്തി സ്കാൽപ്പും ഹെയറും നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പം നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ് താരൻ, താരൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ താരൻ ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, താരൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ഡാൻഡ്രഫ് എന്താണെന്ന് നോക്കാം. ഡാൻഡ്രഫ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പം നമ്മുടെ സ്കിന്ന് ഇളകി പോവുകയും പുതിയ സ്കിന്ന് വരികയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ മുഖത്തും ബോഡിയിലും ഒക്കെ ഈ പ്രോസസ്സ് നടക്കുന്ന സമയത്താണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ മുഖത്തും ബോഡിയിലും ഒക്കെ സ്കിന്നിങ്ങനെ പൊളിഞ്ഞിളകി ഡെഡ് സ്കിൻ സെൽസ് കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ ബോഡിയിലൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ മര്യാദയ്ക്ക് ഉരച്ച് തേച്ച് കുളിക്കുകയോ അല്ലെ സ്ക്രബ് ചെയ്ത് കളയുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ക്ലീൻ ആവും. ഈ സെയിം പ്രോസസ്സ് നമ്മുടെ സ്കാൽപ്പിലും നടക്കുന്നുണ്ട്. അപ്പോൾ സ്കാൽപ്പിൽ ഹെയർ ഒക്കെ ഉള്ളത് കൊണ്ട് എന്താവും, നമ്മൾ ചീവുന്ന സമയത്തോ അല്ലെ പ്രോപ്പറായിട്ട് നമ്മൾ വാഷ് ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ പൊളിഞ്ഞിളകുന്ന ഡെഡ് സ്കിൻ സെൽസ് നമ്മുടെ സ്കാൽപ്പിൽ തന്നെ ഇരിക്കുകയും നമ്മുടെ സ്കാൽപ്പിൽ സെബേഷ്യസ് ഗ്ലാൻഡ്സ് ഉൽപ്പാദിപ്പിക്കുന്ന സെബോ, പുറത്തുനിന്നുള്ള പൊടി, ചെളി, വിയർപ്പ്, ഇതെല്ലാം കൂടെ ചേർന്ന് ഇത് നമ്മുടെ സ്കാൽപ്പിൽ അടിഞ്ഞു കൂടിയിട്ട് അത് കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സെബോറിക് ഡെർമറ്റൈറ്റിസ്, അതുപോലെ അലോപേഷ്യ പോലെയുള്ള കണ്ടീഷനിലേക്കൊക്കെ അത് വളരുന്നത്. അങ്ങനെയാണ് നമ്മുടെ സ്കാൽപ്പിൽ ഡാൻഡ്രഫ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ അധികമായിട്ട് ഓയിൽ ഉപയോഗിക്കണതൊക്കെ നമുക്ക് ഡാൻഡ്രഫ് ഉണ്ടാക്കാനായിട്ടുള്ള കാരണമാകാറുണ്ട്. ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവർ, ഇപ്പോൾ സ്ട്രെയിറ്റനിങ് അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു പാർലറിൽ നിന്ന് അവർ ചെയ്യുന്നവർ പറയുന്നത് പോലെ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും സൈഡ് ഇഫക്റ്റിൻ്റെ ഫലമായിട്ടൊക്കെ ഇങ്ങനെ നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ പാരമ്പര്യമായിട്ട് സ്കിന്നിൻ്റെ പ്രോബ്ലംസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കും കൂടുതൽ ഡാൻഡ്രഫ് അവരുടെ സ്കാൽപ്പിൽ ഉള്ളതായിട്ട് കാണാറുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഡാൻഡ്രഫ് ഉണ്ടാകാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത്. എന്തായാലും നമുക്കറിയാം, നാച്ചുറലി നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ തലയിൽ ഡെഡ് സ്കിൻ സെൽസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കളയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാം, ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നമ്മൾ ഷാമ്പൂ ഇട്ട് നമ്മുടെ ഹെയറും സ്കാൽപ്പും ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ ഒരു ദിവസം സ്കാൽപ്പിൽ നമ്മൾ നന്നായിട്ട് ഓയിൽ വെച്ച് മസാജ് ചെയ്തതിന് ശേഷം ആ ഓയിൽ പൂർണ്ണമായിട്ടും നമ്മുടെ സ്കാൽപ്പിൽ നിന്നും ഹെയറിൽ നിന്നും ഒക്കെ പോകത്തക്ക രീതിയിൽ ഷാമ്പൂ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഷാമ്പൂ വാഷ് ചെയ്യുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഒരുപാട് ഷാമ്പൂ എടുത്ത് ഉപയോഗിക്കാതെ കുറച്ച് ഷാമ്പൂ എടുത്തതിന് ശേഷം അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മൾ ഉറപ്പ് വരുത്തണം നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് ഹെയറിൽ നിന്നും നമ്മൾ ഉപയോഗിച്ച ഷാമ്പൂ ഫുള്ള് പോയി എന്നുള്ളതും. പലപ്പോഴും ഷാമ്പൂവും ഒക്കെ നമ്മുടെ തലയിൽ ഇരിക്കുന്നത് ഡ്രൈ സ്കാൽപ്പ് ആവാനും അത് കൂടുതൽ ഡാൻഡ്രഫ് ഉണ്ടാക്കാനും കാരണമാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മേക്ക് ഷുവർ ചെയ്യണം നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പൂവും നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് പൂർണ്ണമായിട്ടും നമ്മൾ കഴുകി കളഞ്ഞു എന്നുള്ളത്. പിന്നെ ഒരു ദിവസം നമ്മൾ ഓയിൽ വെച്ചില്ലെങ്കിലും വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, വെക്കാതെ വേണമെങ്കിലും ചെയ്യാം. എന്തായാലും ആഴ്ചയിൽ 2 ദിവസം നമ്മൾ നമ്മുടെ സ്കാൽപ്പും ഹെയറും നന്നായിട്ട് ഷാമ്പൂ വാഷ് ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങളുടെ സ്കാൽപ്പിൽ നന്നായിട്ട് ഡാൻഡ്രഫ് ഉണ്ടായി എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അത് കളയാനായിട്ട് ഏറ്റവും നല്ലൊരു ഹോം റെമഡിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അത് നമുക്ക് എങ്ങനെയാണെന്ന് കാണാം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സ്കാൽപ്പിൽ ഡാൻഡ്രഫ് ഒന്ന് നന്നായിട്ട് ഇളക്കുക എന്നുള്ളതാണ്. ഇളക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, സ്കാൽപ്പിൽ മുറിവൊക്കെ ഉണ്ടാവാതെ അധികം ഷാർപ്പല്ലാത്ത ഒരു ചീപ്പ് വെച്ചിട്ട് ചീവി വേണം ഇളക്കാനായിട്ട്. അതുപോലെ ഇത് ഞാൻ വീഡിയോ വെച്ചിട്ട് സ്പീഡിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഇരുന്ന സമയത്ത് പതുക്കെ സ്ലോലി എല്ലാ വശങ്ങളിലേക്കും നന്നായിട്ട് കോമ്പ് ചെയ്ത് നമ്മുടെ സ്കാൽപ്പിലെ ഡാൻഡ്രഫ് ഒന്ന് ഇളക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഡാൻഡ്രഫ് നമ്മുടെ സ്കാൽപ്പിൽ അടിഞ്ഞു കൂടിയിട്ട് ചെറിയ ചെറിയ വ്രണങ്ങളും കുരുക്കളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിൽ നിന്ന് ബ്ലഡ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. അതിനുശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ശകലം വെള്ളം ചൂടാക്കാനായിട്ട് വെക്കുക. വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആ പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് ബൗൾ ഇറക്കി വെക്കുക. എന്നിട്ട് അതിലേക്കൊരു 2 വലിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ കാംഫറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാംഫർ കേട്ടോ. അപ്പോൾ കാംഫർ എന്ന് പറയുമ്പോൾ കർപ്പൂരം. അത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും, ഇല്ലെന്നുണ്ടെങ്കിൽ ആയുർവേദിക് മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ കിട്ടും കേട്ടോ. ഇതാണ് കാംഫർ. ഇതൊരു ഗുളിക പോലെ ഇരിക്കും. നമുക്കിതിൻ്റെ ഒരു 1/4 ഭാഗം മതി. ഇതുപോലെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് നമുക്ക് ആ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടാകുമ്പോഴും നമ്മുടെ സ്കാൽപ്പ് പൊള്ളത്തക്ക രീതിയിൽ എണ്ണ ചൂടാക്കരുത് കേട്ടോ. ചെറിയൊരു ചൂടേ വേണ്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുത്ത ആ കാംഫർ അതിലേക്ക് പതുക്കെ ഒന്ന് കൈകൊണ്ട് ഇതുപോലെ ചാലിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് ആ എണ്ണയ്ക്കകത്തോട്ട് അങ്ങ് അലിഞ്ഞോളും. ഇത് കണ്ട, അതിപ്പം ഫുള്ള് നമ്മുടെ കാംഫർ അതിലേക്ക് ഇളക്കി അലിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒന്നെങ്കിൽ ഒരു കോട്ടൻ്റെ പീസോ അല്ലെങ്കിൽ ഒരു കോട്ടൺ പാടോ ഇല്ലെങ്കിൽ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി ആയാലും എടുത്താൽ മതി. അത് നമ്മൾ എണ്ണയിലേക്ക് നന്നായിട്ട് മുക്കിയതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് മുടിയെല്ലാം മാറ്റി 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 ഇതുപോലെ നന്നായിട്ട് സ്കാൽപ്പിലേക്ക് ഫുള്ള് നന്നായിട്ട് ഓയിൽ തലയിൽ ആവത്തക്ക രീതിയിൽ വേണം നന്നായിട്ട്, അത്രയ്ക്ക് നന്നായിട്ട് തന്നെ നമ്മൾ സ്കാൽപ്പിലേക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് നന്നായിട്ട് ആ ഡാൻഡ്രഫ് ഇളകി പോകത്തുള്ളൂ. അപ്പം അതിന് ശേഷം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വാഷ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഇതുപോലെ കോമ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഡബിൾ ഷാംപൂ ചെയ്യണം. ഡബിൾ ഷാംപൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് ഷാംപൂ ചെയ്ത് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ കുറച്ചും കൂടെ ഷാംപൂ എടുത്ത് വെള്ളം മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഷാംപൂ ചെയ്ത് കളയുക. അതായത് പ്രോപ്പറായിട്ട് നമ്മൾ ഇളക്കിയ ഡാൻഡ്രഫും നമ്മൾ തലയിൽ വെച്ച ഓയിലും എല്ലാം നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് പോകത്തക്ക രീതിയിൽ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം. അതുകൊണ്ട് ഇപ്പം ഞാൻ വാഷ് ചെയ്തതിന് ശേഷം ഇവൻ്റെ ഹെയറാണ് കാണുന്നത്. കണ്ടോ, ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ഇവൻ്റെ സ്കാൽപ്പിൽ നിന്ന് ഫുള്ള് ഡാൻഡ്രഫ് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നാന്ന് ചോദിച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ കാംഫർ ഉപയോഗിച്ചിട്ട് ചെയ്യുക. അടുത്ത ദിവസം നമ്മൾ വെറുതെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ആ ഓയിൽ വെച്ചിട്ട് ഇതുപോലെ സെയിം പ്രോസസ്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു 3 ആഴ്ച നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നോർമലായിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആഴ്ചയിൽ 2 ദിവസം നന്നായിട്ട് ഓയിൽ വെച്ച് ഷാംപൂ ചെയ്ത് കളയുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ സ്കാൽപ്പിൽ ഡാൻഡ്രഫ് ഉണ്ടാകാതിരിക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ ഡാൻഡ്രഫിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു 2-3 ആഴ്ച നമ്മൾ ഡാൻഡ്രഫിനെ ഹോം റെമഡി കൊണ്ട് ട്രീറ്റ് ചെയ്തിട്ട് അത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഷുവറായിട്ടും ഒരു സ്കിൻ ഡോക്ടറിനെ കാണിച്ചിട്ട് അതിൻ്റെ മെഡിസിൻ കഴിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും ഡോക്ടറെ കണ്ട് മെഡിസിൻ കഴിച്ചതിന് ശേഷം പിന്നെ അത് ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.